നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ സേനയ്ക്ക് ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നും ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തി പാകിസ്ഥാനിൽ നിന്ന് വേർപിരിയാൻ നീക്കങ്ങൾ നടത്തുകയാണെന്നും പ്രമുഖ ബലൂച്ച് നേതാവായ മിർ ബലൂച്ച് പ്രതികരിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യ പാക് പോരാട്ടം ശക്തമാകുന്നതിനിടയിൽ തന്നെ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപങ്ങൾ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പാകിസ്ഥാനെ വലിയ രീതിയിലാണ് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തിന് മേഖലയിൽ നിയന്ത്രണം നഷ്ടമായിരിക്കുകയാണ്. നേതാക്കൾ ഇക്കാര്യം അവകാശപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തു. സ്വതന്ത്ര ബലൂചിസ്ഥാനെ അംഗീകരിക്കുക, പിന്തുണ നൽകുക, ഈ ലക്ഷ്യത്തോടെ ഇന്ത്യയോടും ഐക്യരാഷ്ട്ര സംഘടനയോടും ബലൂച്ച് നേതാക്കൾ അപേക്ഷിച്ചിരിക്കുകയാണ്. ഈ ഒരു ആവശ്യം ആ നേതാക്കൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ബലൂചിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉടൻ പിൻവലിക്കുക എന്നൊരാവശ്യവും നേതാക്കൾ മുന്നോട്ട് വച്ചിരിക്കുന്നുവെന്നതും ഏറ്റവും ശ്രദ്ധേയം. ബലൂചിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലല്ല. പാകിസ്ഥാൻ സൈന്യത്തിന് അത് രാത്രിയായാൽ കൊറ്റ വിട്ടുപോകാൻ പോലും കഴിയുന്നില്ല. ഈ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നാണ് ബലൂച്ച് നേതാക്കൾ വ്യക്തമാക്കുന്നത്. സുരക്ഷാ ഭയം കാരണം ബലൂചിസ്ഥാനിൽ പാക് സൈന്യം വൈകിട്ട് 5 മുതൽ പുലർച്ചെ 5 വരെ പട്രോളിംഗ് ഒഴിവാക്കി. മേഖലയുടെ 70 മുതൽ 80% നിയന്ത്രണം പാകിസ്ഥാന് നഷ്ടപ്പെട്ടു എന്നാണ് റസാഖ് ബലൂച്ച് പറയുന്നത്. എന്തായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് ബലൂച്ച് നേതാക്കൾ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഗൗരവത്തോടെ തന്നെ നമ്മുടെ രാജ്യം കാണുന്നുണ്ട്. അതേസമയം നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയെന്ന സമ്മതവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്ത് വന്നിരിക്കുകയാണ്. നൂർഖാൻ വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത് റാവൽപിണ്ടിയിലാണ്. പാക് കരസേനാ മേധാവി അസിം മുനീറിന് 9-ാം തീയതി പുലർച്ചെ 2:30 നേരിട്ട് ഫോൺ ചെയ്താണ് ഇക്കാര്യം അറിയിച്ചതെന്നും പാക് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആക്രമണത്തിന് പാക് പ്രധാനമന്ത്രിയുടെ സ്ഥിരീകരണം കിട്ടുന്നത് ഇതാദ്യമായിട്ടാണ്. തീർച്ചയായിട്ടും ഒരു രാജ്യത്ത് ആ നേതാവ് തന്നെ അത് വെളിപ്പെടുത്തുമ്പോൾ ആ വിഷയത്തിന്റെ ഗൗരവം അല്ലെങ്കിൽ അതിന്റെ വസ്തുത അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രെഡിബിലിറ്റി കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ത്യ മിസൈൽ ആക്രമണം വ്യോമത്താവളത്തിൽ നടത്തിയെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പുലർച്ചെയോടെ സൈനിക മേധാവി തന്നെ വിളിച്ച് നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി അറിയിച്ചു. ഇസ്ലാമാബാദിൽ നടന്ന ചടങ്ങിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇത് തുറന്നു പറഞ്ഞത്. വ്യോമത്താവളങ്ങളെ ഇന്ത്യ ലക്ഷ്യമിട്ടു. പാക് അധികൃതർ മെയ് 10-ന് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ ആക്രമണത്തിൽ പാക് വ്യോമത്താവളങ്ങൾക്ക് കാര്യമായ നാശനഷ്ടമുണ്ടായി എന്ന് സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം വെളിവായിരുന്നു. ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള വ്യോമത്താവളങ്ങളുടെ ദൃശ്യങ്ങളടക്കം ഇന്ത്യ പുറത്തുവിട്ടതാണ്. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയതും ഏറെ ശ്രദ്ധേയമാണ്. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഇരു രാഷ്ട്രങ്ങളും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ആവശ്യം. 3 യുദ്ധങ്ങൾ നടത്തി, ഇരു രാജ്യങ്ങൾക്കും ഒന്നും നേടാനായില്ല എന്നാണ് ഷഹബാസ് ഷെരീഫ് പറയുന്നത്. ജമ്മു കശ്മീർ വിഷയം ഉൾപ്പെടെയുള്ളവ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സമാധാനം പുനഃസ്ഥാപിക്കാനാകില്ല എന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ആക്രമണം നടത്തിയത്. പാക് അഭ്യർത്ഥനയെ തുടർന്ന് ഇന്ത്യ പിന്നീട് വെടിനിർത്തലിന് തയ്യാറായി. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും ഭീകരരെ തുടച്ചു നീക്കുമെന്നും ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാനിൽ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായും അദ്ദേഹം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചതാണ്. അതേസമയം പാകിസ്ഥാനെതിരെയുള്ള ആക്രമണത്തിലും പ്രതിരോധത്തിലും ഇന്ത്യ മികവ് പ്രകടിപ്പിച്ചുവെന്ന് US മുൻ സൈനിക ഓഫീസർ ജോൺ സ്പെൻസറിന്റെ പ്രതികരണം. പാകിസ്ഥാനിൽ എവിടെയും എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താൻ സാധിക്കുമെന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുകയാണെന്നാണ് ലോക നേതാവിന്റെ പ്രതികരണം. പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഭാരതത്തിന്റെ ബ്രഹ്മോസ് മിസൈലുകളുമായി ചെറുത്തു നിൽക്കാനാകില്ലെന്നും ജോൺ സ്പെൻസർ പ്രതികരിച്ചു. പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നതിലും പാകിസ്ഥാന്റെ ഡ്രോണുകൾ തകർക്കുന്നതിലും മിസൈലുകളെ പ്രതിരോധിക്കുന്നതിലും ഇന്ത്യൻ സൈന്യം വിജയിച്ചു. ചൈനീസ് പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ മികച്ചതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിന് ചൈനീസ് പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനായി. ഓപ്പറേഷൻ സിന്ദൂറിനെ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിലെ വഴിത്തിരിവ് എന്നായിരുന്നു സ്പെൻസർ വിശേഷിപ്പിച്ചത്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. അതായത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നമ്മുടെ രാജ്യം നൽകിയപ്പോൾ ആ തിരിച്ചടി ഏറ്റത് പാകിസ്ഥാന് മാത്രമല്ല ചൈനയ്ക്ക് കൂടിയാണ്. എങ്ങനെയെന്നല്ലേ പറഞ്ഞു വരാം.
അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് മാത്രമുള്ള മുന്നറിയിപ്പല്ല, ചൈനയ്ക്ക് കൂടിയുള്ള മുന്നറിയിപ്പായിരുന്നു. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ മാത്രമല്ല ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തിയത്, ചൈനയും ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയപ്പോൾ ചൈനയ്ക്കും കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. ട്രംപിനോട് പോലും കൊമ്പുകോർത്ത് മുന്നേറുകയാണ് ചൈന. പക്ഷേ ഇന്ത്യക്ക് മുന്നിൽ തകർന്ന് തരിപ്പണമായി. നേരിട്ടല്ല ചൈനയെ ഇന്ത്യ തകർത്തത്, പക്ഷേ ചൈനയെ ഇന്ത്യ തകർത്തു എന്ന കാര്യത്തിൽ സംശയമില്ല. ചൈനീസ് ഉൽപ്പന്നങ്ങൾ അത് തീർച്ചയായിട്ടും എത്രമാത്രം ഗ്യാരണ്ടി ഉള്ളതാണ് എന്ന് അത് സാധാരണ വസ്തുക്കളിൽ നിന്ന് മാത്രമല്ല, യുദ്ധ ഉപകരണങ്ങളിൽ പോലും ചൈനയുടെ ആയുധങ്ങൾക്ക് എത്രത്തോളം ഗ്യാരണ്ടി ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ചൈനയുടെ ഗ്യാരണ്ടി അത് പണ്ട് മുതലേ പറഞ്ഞു വന്നിരുന്ന ആ കാര്യത്തിന് യാതൊരു മാറ്റവുമില്ല എന്ന് ഒരിക്കൽ കൂടി ബോധ്യമായിരിക്കുന്നു. ചൈന ഇക്കാലത്തെയും തങ്ങളുടെ അടുപ്പക്കാരായ പാകിസ്ഥാന് നൽകിയ ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും ഇന്ത്യക്ക് ചെറിയൊരു ഭീഷണി ഉയർത്താൻ പോലും സാധിച്ചിട്ടില്ല. ഇന്ത്യയുടെ തിരിച്ചടികൾ തടുക്കാനാവാതെ പാകിസ്ഥാൻ വെട്ടിലായി, ചൈനയും വെട്ടിലായി. അനുമതിയില്ലാതെ ഒരു ഈച്ച പോലും അതിർത്തി കടന്നാൽ ആ നിമിഷം അത് തിരിച്ചറിയുമെന്നും ഏത് തരത്തിലുള്ള ആക്രമണത്തെയും ചെറുക്കുമെന്ന ചൈനയുടെ വാദങ്ങളാണ് ഇന്ത്യക്ക് മുന്നിൽ തകർന്നടിഞ്ഞത്. പാകിസ്ഥാന് വ്യോമ പ്രതിരോധ സംവിധാനം നൽകിയത് ഈ വാദങ്ങൾ ഉന്നയിച്ചായിരുന്നു. ഇന്ത്യൻ അതിർത്തിയിൽ ഉൾപ്പെടെ വിന്യസിച്ചിരുന്നതും ഇതായിരുന്നു. പക്ഷേ ഇന്ത്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ചൈനയുടെ ഒരു ആയുധങ്ങൾക്കും കഴിഞ്ഞില്ല. മാത്രമല്ല, തന്ത്രപ്രധാന സ്ഥലങ്ങളിലേത് ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ തരിപ്പണമാക്കുകയും ചെയ്തു. ആയുധങ്ങൾ ഉൾപ്പെടെ എല്ലാ തരത്തിലുമുള്ള സഹായവും പാകിസ്ഥാന് ചൈന നൽകി. പക്ഷെ അവർ അത് സമ്മതിച്ചിട്ടില്ല. ഇതിന് പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ചൈനീസ് ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെ ഉപഭോക്താക്കളായ പാകിസ്ഥാന് കിട്ടിയത് കനത്ത തിരിച്ചടി തന്നെയാണ്. ഇന്ത്യയുമായുള്ള കടുത്ത ശത്രുത ചൈനീസ് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചു. പക്ഷേ യുദ്ധത്തിലാകട്ടെ അല്ലെങ്കിൽ പോരാട്ടത്തിലാകട്ടെ പാകിസ്ഥാൻ അത് കനത്ത തിരിച്ചടിയായി മാറി. പഹൽഗാം ആക്രമണത്തിനെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകിയ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ആക്രമിക്കാൻ മുതിർന്നപ്പോൾ ആ അവസരത്തെ തങ്ങളുടെ ആയുധങ്ങളുടെ ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള അവസരമായി കണ്ട ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ്. പ്രതിരോധത്തെ തകർത്ത് ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാൻ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ അത് തങ്ങളുടെ ആയുധങ്ങളെ മികവായി ചൈന ചൂണ്ടിക്കാണിച്ചേനെ. അതിലൂടെ ആയുധ കമ്പോളത്തിലെ മേധാവിത്വം അവർ പിടിച്ചെടുക്കുമായിരുന്നു. പാകിസ്ഥാന് പുറമെ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ചൈന ആയുധങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും നൽകുന്നുണ്ട്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ആയുധങ്ങൾ എത്തിക്കുന്നുണ്ട്. സമ്പത്ത് വർദ്ധിപ്പിക്കാനാകും എന്ന് ഇതിലൂടെ ചൈന ലക്ഷ്യമിട്ടു. പക്ഷേ സ്വയം തകർന്ന് തരിപ്പണമായി. ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകളെ തോൽപ്പിക്കാൻ ലോകത്തിന് മറ്റൊരു ശക്തിയുമില്ല. എന്തിന് ചൈനയ്ക്കും പാകിസ്ഥാനും കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രയോഗിച്ചതിൽ അധികവും ബ്രഹ്മോസ് പോലെ ഇന്ത്യ സ്വയം വികസിപ്പിച്ച ആയുധങ്ങളായിരുന്നു. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും മറ്റും പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ നിമിഷ നേരം കൊണ്ടാണ് ഇന്ത്യ തകർത്തത്. ഇതിനൊപ്പം പാക് കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്താനും കഴിഞ്ഞു. ചൈനയിൽ നിന്ന് കോടികൾ മുടക്കി പാകിസ്ഥാൻ വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനത്തെ നോക്കുകുത്തിയാക്കിയായിരുന്നു ആക്രമണങ്ങളെല്ലാം നടന്നത്. എല്ലാം ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു. എന്തായാലും യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യ എത്രത്തോളം ഫലപ്രദമാണെന്ന് വ്യക്തമായതോടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾക്ക് ആവശ്യക്കാർ ഏറിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ആണവായുധ സംഭരണ കേന്ദ്രത്തിൽ ഇന്ത്യൻ മിസൈൽ പതിച്ചുവെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് ആണവ വികരണ ചോർച്ചയുണ്ടായി എന്നത് അടക്കമുള്ള പ്രചാരണങ്ങളും ശക്തമായിരുന്നു. എന്നാൽ പാകിസ്ഥാനിൽ ഒരു തരത്തിലുമുള്ള ആണവ ചോർച്ചയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതിനെ പറ്റി അറിഞ്ഞെന്നും എന്നാൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പാകിസ്ഥാനിൽ ആണവ വികിരണ ചോർച്ചയില്ലെന്നും രാജ്യാന്തര ആണവോർജ്ജ ഏജൻസികൾ പ്രതികരിക്കുകയുണ്ടായി. പാകിസ്ഥാന്റെ ആണവായുധ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയെന്ന പ്രചാരണം ഇന്ത്യൻ വ്യോമസേന എയർ മാർഷൽ AK ഭാർത്തി നിഷേധിച്ചിരുന്നു. പാകിസ്ഥാന്റെ ആണവായുധ സംഭരണ കേന്ദ്രമാണ് കിരാന ഹില്ലുകളെന്ന് അറിയില്ലെന്നും അവിടെ ആക്രമണം നടത്തിയിട്ടില്ലെന്നും AK ഭാർത്തി വ്യക്തമാക്കിയിരുന്നു. ആണവ വികിരണ ചോർച്ച കണ്ടെത്തുന്ന US ബ്രീച്ച് ക്രാഫ്റ്റ് B350 എന്ന ഏരിയൽ മെഷറിംഗ് സിസ്റ്റം ഘടിപ്പിച്ച വിമാനം പാക് വ്യോമ മേഖലയിൽ എത്തിയെന്ന പ്രചാരണവുമുണ്ട്. ഇത് ശരിവയ്ക്കുന്ന ഫ്ലൈറ്റ് റഡാർ വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇതോടെ ഇവ തമ്മിൽ ബന്ധിപ്പിച്ച സംഭവം മറച്ചുവെക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നതെന്നാണ് പ്രചാരണം. ഈ വിമാനം തങ്ങളുടെ വ്യോമപരിധിയിൽ ഉണ്ടായിരുന്നു എന്നതിൽ പാകിസ്ഥാൻ പ്രതികരണം നടത്തിയിട്ടുമില്ല. എന്തിനാണ് ഈ വിമാനം അവിടെ എത്തിയത് എന്നതിനോട് US വ്യക്തമായി മറുപടി നൽകാത്തതോടെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.